ഇന്ന് നമ്മൾ കാംകോല് ഡീസൽ പൈപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ഡീസൽ പൈപ്പ് PPR കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ സൈറ്റിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഒരു ആദ്യത്തെ അനുഭവമാണ് ഡീസൽ പൈപ്പൊക്കെ PPR പൈപ്പിൽ കൂടെ ചെയ്യാന്ന് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് സൈറ്റിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, സൈറ്റിലെത്തി നമ്മൾ ഇതാ കാംകോയുടെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ ടില്ലർ എന്ന് പറയുന്ന മെഷീനില്ല, നമ്മൾ പാടം പൂട്ടുന്നൊക്കെ അതിൻ്റെ മാനുഫാക്ചറിങ് ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഇതിനകത്ത് ഇവരുടെ എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ടെസ്റ്റിന് വെക്കും. ഈ 4 ബെഡ് ഉണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ മുകളിൽ അവരത് എൻജിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് ടെസ്റ്റിന് വെക്കും. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസൽ ഒരു ടാങ്കിൽ നിറച്ചിട്ട് അതിന് എല്ലാ മെഷീനും പമ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 ബെഡിനും നമ്മൾ ഓരോ വാൾവ് വെച്ചിട്ട് പോയിന്റ് നിർത്തി കൊടുക്കണം. അതുപോലെ തന്നെ അതിന് വാട്ടർ ലൈൻ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ PPR കൂടെ ചെയ്യുന്നത് ഡീസൽ പൈപ്പാണ് ചെയ്യുന്നത്. നമുക്ക് PPR പൈപ്പ് കൊണ്ട് ഡീസൽ പൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ചെറിയ കട്ട് എടുക്കാൻ മറന്നിട്ടോ. അത് കാരണം വലിയ കട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. എന്നാലും നമ്മൾ കൊണ്ടുവരാൻ ടൂൾ ബാഗിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ കട്ടറായിട്ടാണ് നമ്മൾ PPR കൂടെ കട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പിടിപ്പിച്ചു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ബെഡിൻ്റെ അവിടെ ഒരു വാൾവും കൂടി വെക്കണം. PPR മെഷീനിൽ നമ്മൾ ചൂടാക്കിയിട്ട് വേണം അടുത്ത പൈപ്പ് ഒട്ടിക്കാൻ. അപ്പോൾ നമ്മൾ മെയിൽ ത്രെഡ് T ആണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ 1/2 ഇഞ്ച് വാൾവും 1/2 ഇഞ്ച് വാൾവാണ് നമ്മൾ ഓരോ പോയിന്റിന് നിർത്തി കൊടുക്കുന്നത്. മെയിൽ ത്രെഡ് Tയുടെ മുകളിൽ 1/2 ഇഞ്ച് വാൾവ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഹോസ് കണക്ട് ഇട്ടിട്ട് ഒരു ട്യൂബ് കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ബെഡിൻ്റെ സെൻറ്ററിലും നമ്മൾ ഓരോ പോയിന്റുകൾ നിർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേബിൾ ടൈ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ് നിർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സൽ ലാമ്പ് ഇട്ടിട്ട് ഇത് സെൽഫ് സ്ക്രൂ അടിച്ച് സെറ്റ് ചെയ്യും. കാരണം ഇവിടെ സ്റ്റീലിൻ്റെ റോഡാണ്, സ്റ്റീൽ പൈപ്പാണ് അവിടെ വെച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ പൈപ്പിങ് ചെയ്യാണ്. അപ്പം നമുക്ക് സ്ക്രൂ ചെയ്താലൊക്കെ ഇളകിപ്പോരും. അപ്പം നമ്മൾ സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് നല്ല സെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കേബിൾ ടൈ അടിച്ച് നമ്മൾ അവിടെ പിടിപ്പിച്ച് നിർത്തിയിട്ടാണ് ചെയ്യണത്. നമ്മൾ 2 പോയിന്റ് കഴിഞ്ഞ് 3ാമത്തെ പോയിന്റിലേക്ക് എത്തി. ഇനി ലാസ്റ്റ് പോയിന്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ലൈൻ അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മളിപ്പോൾ 4 പോയിന്റും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ കോർണറിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ ടാങ്ക് മേലാണ് വെച്ചിട്ടുള്ളത്. ടാങ്ക് മീൻസ് ഒരു എന്താ പറയുക, ഒരു ടിന്നാണ്. നമ്മളെ ഈ റേഷൻ കടയിലൊക്കെ മണ്ണെണ്ണൊക്കെ വരില്ലേ, അതുപോലത്തെ ഒരു ടിന്നിലാണ് നമ്മൾ ടാങ്ക് ചെയ്തിട്ടുള്ളത്. പൈപ്പിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. നമ്മൾ
അതിപ്പോൾ അങ്ങനെ ജസ്റ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് കാണാം. ഇനി അതിൻ്റെ മുകളിൽ സെൽഫ് സ്ക്രൂ അടിക്കാനുണ്ട്. ബാക്കി നമ്മളിത് കഴിഞ്ഞു. ഇവിടെ നിന്ന് തിരിഞ്ഞ് അതേപോലെ തന്നെ നമ്മൾ ഇനി ഒരു വാൾവ് വെച്ചിട്ട് മേലേക്ക് ടാങ്കിലേക്ക് കയറ്റണം. അപ്പോൾ ടാങ്ക് ഇപ്പോൾ അവർ കൊണ്ടുവന്ന് തരും. കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ നിപ്പിളുകളൊക്കെ പിടിപ്പിച്ചിട്ട് വെൽഡ് ചെയ്തിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കണം അവർ. അപ്പോൾ അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാങ്ക് കയറ്റുന്നു, പരിപാടി കഴിഞ്ഞ് സ്ഥലം വിടാം. അപ്പോൾ ഇതാണ് നമ്മളെ ഡീസലിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീസലിൻ്റെ ടാങ്ക് അവർ കൊണ്ടുവന്നു, നമ്മളത് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറ്റി. അത് ഇത്രയും ഹൈറ്റിൽ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ എടുക്കാമെന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ട് അതിലേക്ക് പമ്പ് ചെയ്യും. പ്രഷർ ചെയ്തിട്ടാണ് കൊടുക്കുക. നമ്മൾ എന്നിട്ട് ഓരോ എഞ്ചിനിലേക്കും നമ്മളിവിടെ പോയിന്റ് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലൈന് കറക്റ്റ് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമ്മൾ യൂണിവേഴ്സൽ ക്ലാമ്പ് അടിച്ച് സെറ്റ് ചെയ്തു, ടൈറ്റാക്കി നിർത്തി ഇങ്ങനെ സെറ്റപ്പാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയിൻ വാൾവ് കൊടുത്തിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് റോങ് നടന്നാൽ നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു വാൾവ് അങ്ങനെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കാംകോല് വന്നിട്ട് ചെയ്ത വർക്ക് കേട്ടോ. ഡീസൽ ടാങ്കാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ടാങ്കായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ മുകളിൽ നമ്മൾ നിപ്പിൾ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് വാൾവ് വെച്ച് യൂണിയൻ വെച്ചു. നേരെ താഴത്തേക്ക് എടുത്തൊരു എയറിന് മുകളിലൊരു ഓപ്ഷൻ കൊടുത്തു. എങ്ങാനും എയർ കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ എൻഡ് ഗ്യാപ്പ് ഇടും. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു സിസ്റ്റത്തിലൊരു എൻഡ് ഗ്യാപ്പ് അവിടെ വെച്ച് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞു പോവാണ്. അപ്പോൾ കാംകോയുടെ അകത്തുനിന്ന് നമ്മൾ വെളിയിലേക്ക് കിടക്കുന്ന ഭാഗത്തേക്ക്, ഇവിടെ എന്ന് പറഞ്ഞാൽ മെഷീനറി ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാക്കി ഇങ്ങനെ കയറിക്കൊണ്ടു. അപ്പോൾ നമ്മൾ മെഷീനറി കയറ്റിക്കൊണ്ടിരിക്കുന്ന വണ്ടി വന്നിട്ട് കയറ്റി കൊണ്ടുപോകണം. നമ്മൾ അവിടെ നിന്ന് ചാടി ഫാക്ടറിയാണ് അപ്പുറത്ത് കാണുന്നത്. നമുക്ക് ഫാക്ടറി ഉള്ളൊക്കെ അടുത്തൊരു ദിവസം നമുക്ക് കാണിക്കാം. നമ്മൾ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ എത്തി. ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് വളരെ സെക്യൂരിറ്റി മറ്റുള്ള സിസ്റ്റമാറ്റിക്കാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ടിയൊന്നും കയറ്റാനുള്ള അനുമതിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു വർക്കിന് വന്ന കാരണം നമ്മൾ സാനിറ്റൈസറൊക്കെ ചെയ്ത് വണ്ടി സെറ്റാക്കി അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി കയറ്റാനുള്ള അനുവാദമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറ്റാം. അതിൻ്റെ ഒരു പെർമിഷൻ എടുത്ത് കയറ്റിയതാണ്. ഇനി രണ്ടാമത്തെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കിടന്ന ഗേറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ നിന്നുള്ള ഗേറ്റാണ്. ഇത് നമ്മൾ വെളിയിലേക്ക് കിടക്കുന്ന ഗേറ്റ്. അപ്പോൾ നമ്മൾ സൈറ്റ് വന്നിട്ട് എറണാകുളം നെടുമ്പാശ്ശേരി പോകുന്ന വഴിക്ക് അത്താണി എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, എറണാകുളം നമ്മുടെ ഹൈവേ, അവിടെയാണ് നമ്മളെ സൈറ്റ് ഉള്ളത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ നമ്മളെ കാംകോയിലെ വർക്ക് കഴിഞ്ഞിട്ടോ, കണ്ടില്ലേ? ഡീസൽ പൈപ്പാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഈ ടില്ലർ എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഗവൺമെൻറ് സ്ഥാപനമാണിത്. നമ്മൾ ഈ പാടം പൂട്ടാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടില്ലർ മെഷീൻ ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന കമ്പനി നിങ്ങളിപ്പോൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഡീസൽ പൈപ്പ് ചെയ്തിട്ടില്ല എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഇഞ്ചിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ മെഷീനറി ഇവിടെ കൊടുന്നു. എന്നിട്ട് അതിവിടെ ഒരു 1, 2, 3 മണിക്കൂറൊക്കെ അവരിവിടെ ടെസ്റ്റിങ്ങിന് ഇടും. ആ ടെസ്റ്റിങ്ങിന് ചെയ്യുന്ന സമയത്ത് ഈ 5 മെഷീനറി വെക്കും. ആ 5 മെഷീനറിക്കുള്ള ഡീസൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പൈപ്പ് ലൈൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ PPR പൈപ്പിൽ കൂടെയാണ് നമ്മൾ ചെയ്തത്, കണ്ടല്ലോ. അപ്പോൾ ഈ വർക്ക് ഇങ്ങനെ നമുക്കിനി അടുത്തൊരു നല്ലൊരു സൈറ്റിൽ ഇതിനേക്കാളും നല്ലൊരു വർക്കായിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത